ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? ഇവിടെയും സുഖം തന്നെ കേട്ടോ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു ബ്യൂട്ടി ടിപ്പ് പരിചയപ്പെടുത്താം കേട്ടോ. ഞാൻ ചെയ്യാറുള്ള ഒരു ടിപ്പാണ്. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പ് തന്നെയാണ്. ആർക്കും പ്രയോജനപ്പെടുത്താം. നമുക്ക് പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പ് തന്നെയാണ്. എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള സംഭവങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയാറുള്ളത്. ഞാൻ ചെയ്ത് നോക്കി എനിക്കതിൻ്റെ എഫക്റ്റ് ശരിക്കും ലഭിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് അത് നിങ്ങൾക്കും കൂടെ ഒന്ന് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. എന്നെ കാണുന്ന നിങ്ങൾക്കും വേണ്ടേ എന്തെങ്കിലുമൊക്കെ പ്രയോജനങ്ങൾ കിട്ടുക. അപ്പോൾ ഇത് നമുക്ക് വീട്ടിൽ കിട്ടുന്ന സംഭവങ്ങൾ തന്നെയുള്ളൂ. പ്രത്യേകിച്ച് ഒന്നും പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട കാര്യമില്ല. നമ്മുടെ അടുക്കളയിലുള്ള സംഭവങ്ങൾ തന്നെയാണ്. വളരെ ഈസിയാണ്. പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ എടുത്തിട്ടുള്ളതൊരു 2-3 ഇൻഗ്രീഡിയൻസ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് നിങ്ങളെ പരിചയപ്പെടുത്താം. നമുക്ക് നമ്മുടെ അടുക്കളയിൽ എന്തൊക്കെ അവൈലബിൾ ആണ് അത് കൊണ്ട് നമുക്ക് ഏറ്റവും ഫലവത്തായ രീതിയിൽ എന്ന് പറയാം. അത് നമ്മുടെ ചർമ്മത്തിനൊക്കെ പറ്റുന്ന രീതിക്കുള്ളതും നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതുമായിട്ടുള്ള ടിപ്പാണ്. ഒരു ബുദ്ധിമുട്ടുമില്ലാതെ എല്ലാവർക്കും യൂസ് ചെയ്യാം. പിന്നെ എന്തെങ്കിലുമൊക്കെ പ്രോഡക്റ്റുകൾ നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കാൻ ചിലപ്പോൾ എല്ലാവരെ കൊണ്ടും സാധിച്ചൊന്നും വരില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ അടുക്കളയിൽ കിട്ടുന്ന സംഭവങ്ങൾ വെച്ചിട്ട് തന്നെ നല്ല രീതിയിൽ നമുക്ക് ബ്യൂട്ടി ടിപ്പ് ചെയ്യാമല്ലോ. എല്ലാവർക്കും കൂടുതൽ താല്പര്യം അതിനോടായിരിക്കും. നാച്ചുറലായിട്ടുള്ള സംഭവങ്ങൾ, പ്രത്യേകിച്ച് സ്കിന്നിനൊന്നും ഒരു ഡാമേജും ഉണ്ടാക്കാത്ത ഇൻഗ്രീഡിയൻസും കൂടി ആകുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഉപയോഗപ്പെടുത്താം. ഏത് തരം സ്കിന്നുകാർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവങ്ങൾ തന്നെയായിരിക്കും കേട്ടോ. ഇനി കുറച്ച് ഡെഡ് സ്കിന്നൊക്കെ ഇങ്ങനെ പൊന്തിയിട്ട് തൊലിയൊക്കെ ഇങ്ങനെ ചുക്കി ചുളിഞ്ഞിട്ടൊക്കെ അങ്ങനെയൊക്കെ ഇരിക്കുന്ന സ്കിന്നുകാർക്കൊക്കെ ഏറ്റവും ഫലവത്തായിട്ടുള്ള ഇൻഗ്രീഡിയൻസാണ് ഞാൻ പറയുന്നത്. പിന്നെ നമ്മൾ 1-2 പ്രാവശ്യമൊക്കെ അത് ആഴ്ചയിലൊക്കെ ചെയ്ത് നോക്കുക. ഒരു ഒന്നിടവിട്ട ദിവസങ്ങളിൽ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ബെറ്ററാണ്. എന്ത് കാര്യം നമ്മൾ പെട്ടെന്ന് റിസൾട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യണം. ഒരുപാട് കാലം ഇപ്പോൾ മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ ആഴ്ചയിലൊരിക്കലോ അങ്ങനെയൊന്നും ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് അതിൻ്റെ റിസൾട്ട് കിട്ടില്ല. നമ്മൾ തുടർച്ചയായിട്ട് ചെയ്യുമ്പോഴല്ലേ നമുക്ക് അതിൻ്റെ ഗുണം ലഭിക്കുള്ളൂ. അപ്പോൾ നമ്മൾ അകത്തേക്ക് കഴിക്കാനാണെങ്കിലും മരുന്നുകളൊക്കെ ആണെങ്കിലും ഒരു ദിവസം കഴിച്ചു, പിന്നെ ഒരു 4 ദിവസം കഴിഞ്ഞിട്ട് ആ മരുന്ന് കഴിച്ചിട്ട് കാര്യമില്ലല്ലോ. അത് തുടർച്ചയായിട്ട് കഴിക്കണ്ടേ. ഇപ്പോൾ ഡോക്ടേഴ്സൊക്കെ പറയും പോലെ തന്നെ അതുപോലെ തന്നെയായിട്ട് നമ്മൾ എന്തെങ്കിലും എപ്പോഴെങ്കിലും ചെയ്തുകൊണ്ട് നമുക്ക് റിസൾട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളൊരു സംഭവം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബ്യൂട്ടി വേണം, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് നിറം വേണം, നമ്മുടെ കറുത്ത പാടുകളൊക്കെ ഒന്ന് പോകണം. ഇതൊക്കെ നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അത് ചെയ്തുകൊണ്ടിരിക്കണം. അല്ലാതെ എപ്പോഴെങ്കിലും ചെയ്തിട്ട് പലരും പറയുന്ന കാര്യമാണ്, ഞാൻ ഇടയ്ക്കൊക്കെ ചെയ്തു എന്നിട്ട് എനിക്കും അതുകൊണ്ട് ഒരു ഗുണം ഉണ്ടായില്ല. പക്ഷേ ഇടയ്ക്ക് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഗുണം കിട്ടില്ല. നമ്മൾ തുടർച്ചയായിട്ട് കുറച്ച് ദിവസങ്ങൾ അത് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ മാത്രമാണ് നമ്മുടെ സ്കിന്നിൽ അത് അപ്ലൈ ആവുള്ളൂ. ഒരു ദിവസം ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ളൊരു റിസൾട്ടേന് വരുള്ളൂ. ഏത് സംഭവങ്ങളും അതെ കേട്ടോ. കുറച്ച് ദിവസം നമ്മൾ തുടർച്ചയായിട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് അതിൻ്റെ ഗുണം നമുക്ക് കിട്ടുക. പിന്നെ നമ്മുടെ ഒട്ടി നിൽക്കുന്ന കവിളൊക്കെ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് നമ്മൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചേർത്തിട്ട് മസാജ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വീർത്തിരിക്കുന്ന കവിൾ തന്നെ കിട്ടും. ഇവിടെ കവിളൊക്കെ ഇങ്ങനെ ഒട്ടി ഉള്ളിലേക്ക് പോയി പ്രായമൊക്കെ തോന്നിക്കുന്ന വയസ്സുള്ള ആൾക്കാർക്കൊക്കെ ഇതുപോലെയുള്ള ടിപ്പുകളൊക്കെ ചെയ്യുമ്പോൾ നന്നായിട്ട് കവിളൊക്കെ മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നല്ല തുടുത്ത കവിൾ തന്നെ ലഭിക്കും. ഇത് നമ്മൾ കുളിക്കുമ്പോൾ കുറച്ച് എണ്ണ മാത്രം തടവിയിട്ടോ ചിലപ്പോൾ എണ്ണ തേക്കാത്ത ആൾക്കാരുണ്ടായിരിക്കും. അപ്പോഴൊക്കെ പറയും എന്താണ് അവരുടെ മുഖമൊക്കെ ഇങ്ങനെ പാടുകളായിട്ടും പിന്നെ ഒരു ഗ്ലോ ഇല്ലാതെയും പിന്നെ കറുത്ത കുത്തും അങ്ങനെയൊക്കെ ചില സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ അത് നമ്മൾ കുളിക്കുമ്പോൾ കുറച്ച് എണ്ണ തേക്കുന്നത് മാത്രം ആക്കിയിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ സൗന്ദര്യം നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കില്ല. കുറച്ച് ആദ്യമേ സൗന്ദര്യം ഉള്ള ആൾക്കാർക്ക് അതൊക്കെ ഓക്കെ, അല്ലാതെ ഉള്ള ആൾക്കാരൊക്കെ എന്തെങ്കിലുമൊക്കെ ടിപ്പുകൾ ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മുടെ സ്കിന്നിൻ്റെ കളറ് കൂട്ടാനും പിന്നെ നമ്മുടെ പാടുകൾ ഉണ്ടെങ്കിൽ അത് പോവാനും അതൊക്കെ അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. പലരും എന്താണ് എന്തെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് ട്രൈ ചെയ്യും, എന്നിട്ട് പറയും ഓ അത് വെറുതെ ട്രൈ ചെയ്യാണ്, ഒരു ഗുണവും കിട്ടിയില്ല എന്ന്. ഞാനും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു കേട്ടോ. എപ്പോഴെങ്കിലുമൊക്കെ നമ്മുടെ സമയത്തിനനുസരിച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ ചെയ്തു നോക്കും. അപ്പോൾ എനിക്കും തോന്നും അത് അത്ര യൂസ്ഫുൾ അല്ല എന്നൊക്കെ തോന്നും. പക്ഷേ ഇനിയിപ്പോൾ കുറച്ച് ദിവസമായിട്ട് സ്ഥിരമായിട്ട് പല സംഭവങ്ങളും ചെയ്യുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് കൊണ്ടൊക്കെ നല്ല ഗ്ലോ ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ള കാര്യം. അപ്പോൾ ഞാനിന്ന് എടുത്തിട്ടുള്ളത് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഓറഞ്ചിൻ്റെ തൊലി ഉണക്കി പൊടിച്ച് എടുത്തു വെച്ചതാണ് കേട്ടോ.
ഓറഞ്ച് നമ്മൾ ഇപ്പോൾ ഇഷ്ടം പോലെ സീസണാണ്, ഇഷ്ടം പോലെ കിട്ടുന്ന ഒരു സംഭവമാണ് ഓറഞ്ച്. എല്ലാ വീടുകളിലും ഉണ്ടാകും. കിലോയ്ക്ക് 50 രൂപ അതിൽ താഴെയൊക്കെയാണ് വില ഇപ്പോൾ വരുന്നുള്ളൂ. അപ്പോൾ ഓറഞ്ചൊക്കെ വാങ്ങിക്കുന്ന ആൾക്കാർ ആ തൊലി കളയണ്ട, അതൊക്കെ എടുത്ത് ഉണക്കി സൂക്ഷിച്ചിട്ട് മിക്സിക്ക് പൊടിച്ചെടുത്താൽ മതി. ഇനി ഓറഞ്ച് ഇപ്പോൾ കയ്യിലുള്ള ആൾക്കാർക്കാണെങ്കിൽ അത് മിക്സിക്കൊന്ന് കറക്കി അരച്ചെടുത്ത ആ പേസ്റ്റും ഉപയോഗിക്കാം. ഇത് നമുക്ക് കുറച്ച് നാൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉണക്കി പൊടിച്ച് എടുത്ത് വെച്ചിട്ടുള്ളത്. ഇതൊരു 8 ഓറഞ്ചിൻ്റെ തൊലിയാണ് കേട്ടോ, ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ അത് പൊടിച്ച് വരുമ്പോൾ. അപ്പോൾ ഞാൻ ഇത് ഉണക്കി പൊടിച്ച് ഇങ്ങനെ ഒരു ഡബ്ബയിലാക്കി അടച്ച് വെച്ചതാണ്. നമുക്ക് ആവശ്യാനുസരണം എടുക്കാം. ഒരു 1/2 ടീസ്പൂൺ എടുത്താൽ മതി. 1/2 ടീസ്പൂണ് അരിപ്പൊടി, പിന്നെ അതിലേക്ക് വേണ്ടത് കുറച്ച് തൈരാണ്. തൈരും കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ തൈര്, അപ്പോൾ ഇത് 3ഉം കൂടി മിക്സ് ചെയ്തിട്ട് നന്നായി മുഖത്ത് തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ നമുക്ക് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് എത്ര വേണ്ട വെച്ചെങ്കിൽ അതിനനുസരിച്ച്, ഞാൻ ഏകദേശം ഒരു കണക്ക് പറഞ്ഞതാണ്, ഒരു 1/2 ടീസ്പൂൺ എന്നുള്ളത്. ഓറഞ്ചിൻ്റെ തൊലി ഉണക്കി പൊടിച്ചത്, പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് തൈര്. ഇതൊരു പേസ്റ്റ് രൂപത്തിൽ ആവാനുള്ള അത്രയ്ക്കും തൈരെടുക്കാം കേട്ടോ. നന്നായി മിക്സ് ചെയ്യാം. അപ്പോൾ തൈര് പോരാ, കുറച്ചും കൂടെ വേണം, മിക്സ് ആവുന്നതേ ഉള്ളൂ. ഒരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുക. സിമ്പിളായിട്ടുള്ള സംഭവമല്ലേ. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഓറഞ്ച് ഉണക്കി പൊടിച്ച് സൂക്ഷിച്ച് വെക്കില്ല. ഓറഞ്ചിൻ്റെ തൊലി ഉണക്കി പൊടിച്ച് ഒന്നും ബുദ്ധിമുട്ടണ്ട. നിങ്ങൾക്ക് ഓറഞ്ച് കയ്യിലുണ്ടെങ്കിൽ അതിൻ്റെ തൊലി പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്താൽ, മിക്സിക്ക് അരച്ചെടുത്ത പേസ്റ്റ് രൂപത്തിലാക്കാൻ സാധിക്കും. ഇതാ ഇങ്ങനെ ഒരു പേസ്റ്റ് രൂപത്തിൽ ആക്കുക. ഇപ്പോൾ 3 ഇൻഗ്രീഡിയൻ്റ് അല്ലേ ഉള്ളൂ: അരിപ്പൊടി, ഓറഞ്ചിൻ്റെ തൊലി ഉണക്കി പൊടിച്ചതും തൈരും. 3 സംഭവം. ഇനി ആരും അത് മറക്കണ്ട കേട്ടോ. നല്ല എഫക്റ്റുള്ള ഒരു സംഭവമാണ്. നമുക്ക് നല്ല നിറം വയ്ക്കും. എത്ര കറുത്ത ഫേസുള്ള ആൾക്കാരാണെങ്കിലും, കറുത്ത നിറമുള്ള ആൾക്കാരാണെങ്കിലും നമുക്കൊരു 2 ദിവസം ചെയ്യുമ്പോഴത്തേനും നമുക്കതിൻ്റെ റിസൾട്ട് മനസ്സിലാവും. ഒറ്റ ദിവസം കൊണ്ട് തന്നെ കുറേ നമുക്കത് തൈരും കൂടി ചേർത്തത് കൊണ്ട് എന്താണ്, നല്ല എഫക്റ്റ് തന്നെയാണ്. അപ്പോൾ നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം കേട്ടോ. നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. കുറച്ച് സമയം മസാജും കൂടെ ചെയ്ത് കൊടുക്കുക. മസാജ് ചെയ്യുമ്പോഴാണ് ശരിക്കും അതിൻ്റെ ഒരു ഗുണം നമുക്ക് കിട്ടുക. പിന്നെ തൈര് നമ്മുടെ സ്കിന്നിനെ സോഫ്റ്റ് ആക്കാനും പിന്നെ ഭയങ്കരമായിട്ട് നിറം നൽകാനൊക്കെ ഉള്ള കഴിവുള്ള സംഭവമാണ് തൈര്. ഇനി തൈര് ഇല്ലയെന്ന് വിചാരിച്ചിട്ട് അത് ആരും വിഷമിക്കേണ്ട. നിങ്ങളുടെ കയ്യിൽ മോരുണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാം. എല്ലാം ഒരു എഫക്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. പിന്നെ തേക്കുന്നവരൊക്കെ കഴുത്തും കൂടെ തേക്കുക. നമ്മുടെ തൊലിയൊക്കെ ഇവിടെയൊക്കെ ചുളിഞ്ഞോ അല്ലെങ്കിൽ കറുത്ത പാടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ പോയിക്കോളും. അപ്പോൾ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. ഇത് നിങ്ങൾക്ക് ഒന്നിടവിട്ട ദിവസങ്ങളിൽ ചെയ്യാം. സ്ഥിരം ചെയ്യാതെ വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. നല്ല എഫക്റ്റ് തന്നെയാണ് ഉണ്ടാവുക. ഈ അരിപ്പൊടീൻ്റെ ചെറിയൊരു ക്രിസ്പ്നെസ്സും കൂടി ഉണ്ടാവുകൊണ്ട് എന്താണെന്നറിയാം, നമ്മുടെ ഇതിലുള്ള ഫേസിലുള്ള ഡെഡ് സ്കിന്നൊക്കെ നമുക്ക് ഇതിൻ്റെ കൂടെ ഇളകി പോരും. ഇത് നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്പാണ്. ഒരു ചിലവുമില്ല. നമുക്ക് ഇപ്പോൾ ഓറഞ്ച് ഇഷ്ടം പോലെ അവൈലബിളാണ്. എല്ലാവരും വാങ്ങുന്നുണ്ടായിരിക്കും. അപ്പോൾ തൊലിയൊന്നും നിങ്ങൾ കളയണ്ട. അതൊക്കെ വെയിലുണ്ടെങ്കിൽ ഉണക്കി സൂക്ഷിച്ചോളൂ. ഇല്ലെങ്കിൽ തണലത്തിട്ട് അങ്ങനെ ഉണങ്ങി കിട്ടും കേട്ടോ. പൂപ്പൽ വരാതെ നോക്കണം. കുറേ ദിവസം അത് നമുക്ക് ഉപയോഗിക്കാം. ഇപ്പം ഞാൻ 1/2 സ്പൂൺ വീതം എടുത്തിട്ട് തന്നെ നമുക്ക് അത്യാവശ്യം ഉണ്ട്. എൻ്റെ മുഖത്ത് കട്ടിക്ക് തേക്കാൻ മാത്രം തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ കഴുത്തിലൊക്കെ നന്നായി തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. നല്ലൊരു റിസൾട്ട് തന്നെയാണ് കേട്ടോ അതിന് കിട്ടുന്നത്. പിന്നെ എല്ലാവരും മസാജ് ചെയ്യുമ്പോൾ താഴെ നിന്ന് ഇങ്ങനെ മുകളിലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമ്മൾ കുറച്ച് സമയം ഇങ്ങനെ മസാജ് ചെയ്തിട്ട് പിന്നെ നമ്മുടെ ഫേസിനെ ഇങ്ങനെ മുകളിലോട്ട് തള്ളി കൊടുക്കണം. കവിള് അല്ലെങ്കിൽ തൂങ്ങി വരും.
അപ്പോൾ സാഗി ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. തൂങ്ങിയ കവളാകുമ്പോൾ അത്ര ഭംഗി ഉണ്ടാവില്ല. ഈ അരിപ്പൊടീൻ്റെ ക്രിസ്മസ് കൊണ്ട് എന്താണെന്ന് പറയുന്നത് നല്ല ഒരു മസാജും കൂടെയാണ് നമ്മൾ കൊടുക്കണത്. പിന്നെ അപ്പോൾ നമ്മുടെ സ്കിന്ന് സോഫ്റ്റ് ആവാനും നല്ല നിറം വയ്ക്കാനും ഒക്കെ ആപ്റ്റായിട്ടുള്ള ഒരു ടിപ്പാണിത് കേട്ടോ. ഓറഞ്ചിൻ്റെ തൊലി അത്രയ്ക്കും നിറം വയ്ക്കാൻ പറ്റുന്ന ഒരു ഇൻഗ്രീഡിയൻ്റാണ്. നമ്മളൊരു അരമണിക്കൂർ ഇതൊന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് സമയം കൊടുക്കാം. നമ്മുടെ ഫേസിലേക്കൊന്ന് പിടിക്കട്ടെ. ഇട്ടു അപ്പോൾ തന്നെ കഴുകി കളഞ്ഞാൽ അതിൻ്റെ എഫക്റ്റ് അത്ര ഉണ്ടാവില്ല. കുറച്ച് സമയം നമ്മുടെ ഫേസിലത് ഇരിക്കട്ടെ. നമുക്ക് അരമണിക്കൂർ ഇരിക്കുമ്പോൾ മാത്രമാണ് ആ തൈരിൻ്റെയും ഓറഞ്ചിൻ്റെ ഒക്കെ ഒരു ഗുണം നമ്മുടെ ഫേസിലേക്ക് കിട്ടുള്ളൂ. ഇത് ആർക്കും ചെയ്യാവുന്ന ഒരു ടിപ്പാണ് കേട്ടോ. ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമുക്ക് നമ്മുടെ വീട്ടിലിരുന്നിട്ട് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. ഞാൻ നിങ്ങളോട് പറയുന്ന ടിപ്പുകൾക്കൊന്നും നമുക്ക് ഒരു പൈസ ചിലവില്ലാത്ത കാര്യങ്ങളാണ്. കാരണം എല്ലാവർക്കും ഒന്നും ക്യാഷ് മുടക്കിയിട്ട് സംഭവങ്ങൾ വാങ്ങിയിട്ട് ബ്യൂട്ടി ടിപ്പ് ചെയ്യാനോ നമ്മുടെ സൗന്ദര്യം ഒന്ന് കൂട്ടാൻ അല്ലെങ്കിൽ നിറം ഒന്ന് വെപ്പിക്കാമെന്നൊന്നും വിചാരിച്ചാലൊന്നും നടക്കില്ല. പലർക്കും സാധിക്കാത്ത കാര്യമാണ് കേട്ടോ. പിന്നെ ബ്യൂട്ടി പ്രോഡക്റ്റുകൾക്കൊക്കെ നല്ല കോസ്റ്റ്ലിയാണ്. അപ്പോൾ അതൊക്കെ അതേ ഗുണം തന്നെ നമുക്ക് ഇത്തരം നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങളെ കൊണ്ട് കിട്ടുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അത് തന്നെയല്ലേ. അപ്പോൾ ഞാൻ ഫേസൊക്കെ നന്നായി വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. നല്ല ഒരു റിസൾട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നല്ല ഒരു സോഫ്റ്റും തോന്നിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു രൂപ പോലും ചിലവില്ലാതെ നമ്മുടെ സ്കിന്നൊക്കെ ഒന്ന് ബ്രൈറ്റൻ ആക്കാനും പിന്നെ നല്ലൊരു നിറം കിട്ടാനൊക്കെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു ടിപ്പാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കും. ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ഉപയോഗപ്രദമായ ഒരു ടിപ്പാണത്. പലരും ഈ ഒരു ടിപ്പ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. എല്ലാവർക്കും നല്ലൊരു റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കും. എല്ലാവരുടെയും ഫേസൊക്കെ ഒന്ന് ഗ്ലോ ആയിട്ടിരിക്കട്ടെ. കുറച്ച് നിറം കുറവുള്ള ആൾക്കാർക്കൊക്കെ ഒന്ന് നിറം കിട്ടുമെന്ന് പറയുമ്പോൾ നല്ലൊരു സന്തോഷമുള്ള കാര്യമല്ലേ. എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയ ഒരു ടിപ്പാണിത്. അപ്പോൾ ഞാൻ നിങ്ങൾക്കും കൂടി ഇതൊന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. എല്ലാവരും ചെയ്ത് നോക്കൂട്ടോ. നല്ല ടിപ്പാണ്. നമുക്ക് ഒരു രൂപ പോലും ചിലവില്ല എന്നുള്ള കാര്യം എല്ലാവരും ഓർക്കുക. നല്ല ബെസ്റ്റ് റിസൾട്ട് തന്നെയാണ് ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ്. അപ്പോൾ അതും കൂടി മനസ്സിലാക്കിയിട്ട് എല്ലാവരും ട്രൈ ചെയ്യും. നിങ്ങൾക്ക് തിളങ്ങുന്ന നല്ല നിറമുള്ളൊരു ഫേസ് സ്കിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ 2-3 പ്രാവശ്യമൊക്കെ ആഴ്ചയിൽ ചെയ്തോളൂ. സ്ഥിരം ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് സ്ഥിരം ചെയ്യാം. അപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. ഇത് ഒരു പ്രാവശ്യം യൂസ് ചെയ്യുമ്പോഴേക്ക് തന്നെ നമുക്ക് മനസ്സിലാവും ഇത് നല്ല റിസൾട്ടാണ് എന്നുള്ളത്. കണ്ടോ, ഞാൻ ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞ് മുഖം കഴുകിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് നല്ലൊരു സോഫ്റ്റും കിട്ടുന്നുണ്ട്. നല്ലൊരു നിറം വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കും. ഇനി മറ്റൊരു ടിപ്പായിട്ട് നമുക്ക് മറ്റു വീഡിയോയിലൂടെ കാണാം.